വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ കൂട്ടുകാർക്ക്? നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്, അതായത് കുഴിയാന മുതൽ കൊമ്പനാന വരെ, അല്ലെങ്കിൽ ഫ്രം ഡൂഡിൽ ബർഗ് ടു ടെസ്കർ, ആ ഒരു യൂണിറ്റ് നമ്മളൊന്ന് ഓടിച്ച് പഠിക്കാൻ പോവുക. അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ യൂണിറ്റ് പഠിച്ചെടുക്കാം കേട്ടോ. അതിനുവേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാലേ, ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമുക്ക് തരുന്ന ആക്ടിവിറ്റി എന്താണ്? നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കൂട്ടുകാരുടെ വീട്ടിൽ വളർത്തുന്ന ജീവജാലങ്ങളുടെ പേരെഴുതുക എന്നൊരു ആക്ടിവിറ്റിയാണ് ആദ്യമായിട്ട് നിങ്ങൾ ഇവിടെ കാണുന്നത്. നമുക്കറിയാലേ, എന്താണ് നമ്മുടെ ചുറ്റും എന്താണ് കുറേ ജീവികളുണ്ടല്ലേ. അപ്പോൾ എല്ലാ ജീവികളെയും നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വളർത്തുമോ? വളർത്തത്തില്ല. ചിലവരെ മാത്രമേ നമ്മൾ വീട്ടിൽ വളർത്തുക. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത്? അപ്പോൾ ആ വീട്ടിൽ വളർത്തുന്ന ജീവികളെ നമ്മൾ എന്ത് വിളിക്കും? പെറ്റ് എന്ന് വിളിക്കൂ അല്ലേ, പെറ്റ്സ് എന്ന് വിളിക്കൂ അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് പെറ്റ് ആനിമൽ എന്നൊക്കെ ചോദിച്ചാൽ കൂട്ടുകാർക്കൊക്കെ എഴുതാൻ പറ്റത്തില്ലേ? കാരണം എന്താണ്, നിങ്ങളുടെ വീട്ടിൽ തന്നെ എന്താണ് ക്യാറ്റും ഡോഗും ലവ് ബേർഡ്സും, പിന്നെ എന്താണ് ചെറിയ തത്ത ഇല്ലേ, പാരറ്റ്, ഇങ്ങനെ സംസാരിക്കുന്ന തത്തയൊക്കെ ഉണ്ടാവില്ലേ, പാരറ്റ് ഉണ്ടാവും, പിന്നെ എന്താണ് അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പൊ അവയുടെയൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞ കൂട്ടുകാർ എന്തൊക്കെ എഴുതാം? പശു ഉണ്ട്, പശുവിനെ നമ്മൾ വളർത്തും. എന്തിനു വേണ്ടിയാണ്? പാലിന് വേണ്ടി. അതുപോലെ കോഴി ഉണ്ടാവും, കോഴീനെ ചിലപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കും? ചിലപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി വളർത്തും, അല്ലെങ്കിൽ നമ്മൾ മീറ്റ്, ഇറച്ചിക്ക് വേണ്ടി വളർത്തും. പിന്നെ എന്താണ്, എരുമയുണ്ടാവും, എരുമയ്ക്കും അല്ലെങ്കിൽ പോത്ത്, ബഫലോ ഒക്കെ ഉണ്ടാവും. അവരെയൊക്കെ എന്തിനാണ്? നമ്മൾ പാലിന് വേണ്ടി വളർത്തും. പിന്നെ താറാവ് ഉണ്ടാവും, തത്തയുണ്ടാവും, പിന്നെ എന്താണ് മൈന, ലവ് ബേർഡ്സ്, ക്യാറ്റ്, ഡോഗ്സ്, അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ വീട്ടിൽ വളർത്തും. ഇനി അവരെയൊക്കെ എന്തിനായിരിക്കും നമ്മൾ വളർത്തുന്നത്? എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പാലിന് വേണ്ടി, ഫോർ മിൽക്കിന് വേണ്ടി ആരെയൊക്കെ വളർത്തുന്നുണ്ട്? കൗ വളർത്തും, പശുവിനെ വളർത്തും, ബഫല്ലോ, പിന്നെ എന്താണ് ഗോട്ട്, ആടിനെ വളർത്തും. അതുപോലെ തന്നെ എന്തായിരിക്കും? ഫോർ എഗ്, അതായത് മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ ആരെയൊക്കെ വളർത്തും? ചിക്കൻ, ഹെന്ന്, അതുപോലെ ഡക്ക്, പിന്നെ എന്താണ് കൊയില്, പിന്നെ ഫ്ലൈയിങ് ഡക്ക്, അവരെയൊക്കെ നമ്മൾ വളർത്തും. അപ്പം ആരൊക്കെയാണ്? കോഴീനെയും താറാവിനെയും, പിന്നെ എന്താണ് കാടക്കോഴിയിലെ ചെറിയ കോഴിയാണ്. കാടമുട്ട എന്നൊക്കെ പറഞ്ഞത് എന്താണ്, നല്ല പോഷകാഹാരം ഉള്ളതാണല്ലേ. കാടക്കോഴിയുണ്ട്, പിന്നെ വാത്തയുണ്ട്. അതുപോലെ തന്നെ മീറ്റ്, അതായത് മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറച്ചിക്ക് വേണ്ടി നമ്മൾ ആരെയൊക്കെ വളർത്തും? ചിക്കൻ, കോഴീനെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡക്ക്, ബഫല്ലോ, റാബിറ്റ്, ഗോട്ട്, അവയൊക്കെ എന്താണ് നമ്മൾ മാംസത്തിന് വേണ്ടിയും വളർത്തും. ഇനി ഒരു കൗതുകത്തിനും, അതായത് എന്താണ് നമ്മുടെ പെറ്റ്സ് കേട്ടോ, പെറ്റ് ആനിമൽസ് ആയിട്ട് നമ്മൾ ആരെയൊക്കെ വളർത്തും? നമ്മുടെ എന്താണ് അലങ്കാര മത്സ്യങ്ങളുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ് പാരറ്റ്, മൈന, പിന്നെ എന്താണ് ഡൗ, പിന്നെ റാബിറ്റ്, മുയലിനെ ഒക്കെ നമ്മൾ വളർത്തും. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി, ഫോർ ഡൂയിങ് വർക്ക്, അതിനുവേണ്ടി നമ്മൾ ഏതൊക്കെ ജീവികളെ വളർത്തും? എലിഫന്റ്, ആനയുണ്ട്, ഓക്സ് ഉണ്ട്, പിന്നെ എന്താ ഡോങ്കി, ഹോസ്, ക്യാമൽ, അവരെയൊക്കെ എന്താണ്? അതൊക്കെ ആരൊക്കെയാണ്? ആന, കാള, കഴുത, ഒട്ടകം, കുതിര, ഇവയൊക്കെ നമ്മൾ ഓരോ ജോലി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി വളർത്തും. അപ്പം നമുക്ക് എന്തൊക്കെ മനസ്സിലായി? നമ്മുടെ ചുറ്റും കുറേ ആൾക്കാരുണ്ട്. അതിൽ തന്നെ കുറച്ച് ആൾക്കാർ നമ്മൾ സ്വന്തമായിട്ട് വളർത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ വളർത്തുന്നതൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും? ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി. എന്തൊക്കെ ആവശ്യമാണെന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്ക് പറയാൻ പറ്റൂലേ? ഫോർ മിൽക്ക്, ഫോർ എഗ്, പിന്നെ എന്താണ് ഫോർ മീറ്റ്, പിന്നെ എന്താണ് ആസ് പെറ്റ്സ്, പിന്നെ എന്താണ് ഫോർ ഡൂയിങ് വർക്ക്സ്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവരെയൊക്കെ വളർത്തിയാൽ മതിയോ? പോരാ അല്ലേ, ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ? അപ്പം നിങ്ങൾ നോക്കിക്കേ, എല്ലാ ജീവികളും, എല്ലാ ആനിമൽസും അല്ലെങ്കിൽ എല്ലാ ബേർഡ്സും എന്താണ് ഒരേപോലത്തെ ഫുഡാണോ കഴിക്കുന്നത്? അല്ല അല്ലേ. അപ്പം ഈ ആഹാരം കഴിക്കുന്നതിൻ്റെ ബേസിൽ നമുക്കവയെ 3ആയിട്ട് തരംതിരിക്കാം. എന്തൊക്കെയായിരിക്കും? സസ്യാഹാരം മാത്രം കഴിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ. എലിഫന്റ് ഉണ്ടാവും, ജിറാഫ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ഡിയർ, മാനുണ്ടാവും, മങ്കി, അതായത് കുരങ്ങനില്ലേ. അവരൊക്കെ എന്താണ് സസ്യാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. അതായത് പ്ലാന്റ്സിനെ അവർ ഫുഡാക്കി മാറ്റും. അപ്പോൾ അത്തരം ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സസ്യാഹാരികൾ, അല്ലെങ്കിൽ സസ്യബുക്കുകൾ. അതും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മളതിനെ ഹെർബിവോർസ് എന്ന് വിളിക്കും. ഇനി അതേപോലെ മാംസം കഴിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഇല്ലേ. മാംസം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് മാംസാഹാരികൾ, അല്ലെങ്കിൽ മാംസബുക്കുകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ വിളിക്കുന്നത്? കാർണിവേഴ്സ് എന്നും വിളിക്കും.
നമ്മുടെ ഫോറസ്റ്റ് കാട്ടിലുള്ള കുറേ ആൾക്കാരുണ്ടല്ലേ, സിംഹവും കടുവയും പുലിയും അതുപോലെ തന്നെ ചെന്നായും ഒക്കെ എന്താണ് മാംസം കഴിക്കുന്നതാണല്ലേ, മറ്റു ആൾക്കാരെ വേട്ടയാടി പിടിച്ച് അവരെ ഭക്ഷിക്കുന്ന ആൾക്കാരാണല്ലേ, അവരൊക്കെ എന്താണ് മാംസാഹാരികളാണ്. പക്ഷെ നോക്കിക്കേ, കുറച്ച് പേരെന്താണ് സസ്യാഹാരവും കഴിക്കും മാംസാഹാരവും കഴിക്കും അല്ലെ, മാംസാഹാരവും കഴിക്കും. അപ്പൊ അവരെ വിളിക്കുന്ന പേരാണ് മിശ്രാഹാരികൾ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്, രണ്ടുപേരെയും കൂടി അങ്ങ് കഴിക്കും. അപ്പൊ അവയെ വിളിക്കുന്ന പേരാണ് മിശ്രാഹാരികൾ അല്ലെങ്കിൽ ഒംനിവേഴ്സ്. അപ്പൊ ആഹാരം കഴിക്കുന്നതിന്റെ ബേസിൽ നമ്മുടെ ഓർഗാനിസം, നമ്മുടെ ജീവജാലങ്ങളെ എത്രയായിട്ട് തരംതിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? 3 തരംതിരിക്കാം. ഏതൊക്കെയാണ്? സസ്യാഹാരമാണെങ്കിൽ എന്താണ്? സസ്യബുക്കുകൾ അല്ലെങ്കിൽ ഹെർബിവോസ്. അതുപോലെ തന്നെ മാംസാഹാരമാണെങ്കിൽ മാംസബുക്കുകൾ അല്ലെങ്കിൽ എന്താണ്? കാർണിവോർസ്. ഇനി അതുപോലെ തന്നെ രണ്ടും കഴിക്കുവാണെങ്കിൽ മിശ്ര ബുക്കുകൾ അല്ലെങ്കിൽ ഒംനിവേഴ്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇനി നമുക്കുള്ളത് ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം എന്താണ് സസ്യാഹാരം കഴിക്കുന്ന ഒരു കൗണ്ടർ കാണാം, സെക്കൻഡ് നിങ്ങൾക്ക് മാംസാഹാരം കഴിക്കുന്ന ഒരു കൗണ്ടർ കാണാം. അപ്പോൾ സസ്യാഹാരം കഴിക്കുന്ന ആ കൗണ്ടറിലുള്ള ആൾക്കാരൊക്കെ ഏത് ഗണത്തിൽപ്പെട്ടതായിരിക്കും? സസ്യാഹാരികൾ അല്ലെങ്കിൽ ഹെർബിവേഴ്സ്. രണ്ടാമത്തെ കൗണ്ടർ നോക്കിക്കേ, മാംസാഹാരം കഴിക്കുന്നവരായിരിക്കും. അവരേത് വിഭാഗത്തിൽപ്പെട്ട ആനിമൽസ് ആയിരിക്കും? അവരായിരിക്കും മാംസാഹാരികൾ അല്ലെങ്കിൽ കാർണിവേഴ്സ്. ഇനി നിങ്ങൾ നോക്കിക്കേ, അപ്പൊ കുറച്ച് ഉദാഹരണങ്ങളും കൂടി കൂട്ടുകാർ ഓർത്ത് വെക്കണം. അതാണ് മിസ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം. ഇനി ഇവർക്കൊക്കെ നമ്മൾ ആഹാരം കഴിക്കുന്നത് ഓരോരുത്തർ ഓരോ രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവർക്കൊക്കെ ഇരേനെ പിടിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങളുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കിയാലോ? നോക്കാം അല്ലെ. അതായത് എന്തെങ്കിലും ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അപ്പൊ മക്കൾ നോക്കിക്ക്, ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണുന്നുണ്ട്. നമുക്കിങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ഇവിടെ ആദ്യം നിങ്ങൾ എന്താ കാണുന്നത്? കാലോട്ട്സ്, അതുപോലെ തന്നെ ഫ്രോഗ്, അതായത് ഓന്തുകളും തവളകളും. ഇനി മിസ് പറയുന്നത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാട്ടോ. അതായത് അവർ രണ്ടുപേരും ഇരേനെ പിടിക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ നീളമുള്ള ടങ്ങാണ്. അതായത് നല്ല നീളമുള്ള ടങ്ങുണ്ട്. ടങ്ങിൻ്റെ അറ്റത്ത് എന്താണ്? ഒരു സ്റ്റിക്കി പോലെ ഒരു പാർട്ട് ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഇരേനെ, ഒരു പ്രേനെ കണ്ടാൽ അവരുടെ ടങ് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യും. അതായത് ആ ഒരു ഇരേൻ്റെ അടുത്തേക്ക് അവരുടെ ടങ് നീട്ടി വെച്ചിട്ട് അതിനെ ആ ഒരു അറ്റത്ത് എന്ത് ചെയ്യും? ആ ഇര ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് വേഗം തന്നെ അതിനെ സ്വാളോ ചെയ്യും, വിഴുങ്ങും കേട്ടോ. അപ്പോൾ അവരെന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നീളമുള്ള ടങ്ങാണ് അവർ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കിക്കേ, സ്പൈഡർ അല്ലെങ്കിൽ ചിലന്തി. ചിലന്തി എങ്ങനെയാണ്, എന്ത് ടെക്നിക്കാണ് കൊടുക്കുന്നത്? ചിലന്തി വെബ് അല്ലെങ്കിൽ ഒരു വല ക്രിയേറ്റ് ചെയ്യും. ആ വലയിൽ ഓരോ ജീവികൾ വരുമ്പം അതിന് അവരെന്ത് ചെയ്യും? ഭക്ഷണമാക്കും കേട്ടോ. ഇനി അടുത്തത് എന്താണ്? വുഡ്പെക്കർ. വുഡ്പെക്കർ എന്ന് പറയുമ്പോൾ മക്കൾ 2 കാര്യങ്ങൾ ആലോചിക്കണം. ഒന്നാമത്തേത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബീക്ക്, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൊക്കുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൊക്കായതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഉണങ്ങിയ മരത്തിൽ നിന്നൊക്കെ അതൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവികളെ അവയ്ക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവയുടെ നഖങ്ങൾ എന്താണ്? നല്ല മൂർച്ചയുള്ള ക്ലോസ് ആണ്, നല്ല നഖങ്ങളുണ്ട്. അതും കൂട്ടുകാർ വുഡ്പെക്കർ അല്ലെങ്കിൽ മരംകൊത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഓർക്കണം കേട്ടോ. ഇനി അടുത്തത് ഡക്ക്. ഡക്കിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ആ ഒരു പരന്ന മൂക്കാണ് കേട്ടോ. അതായത് ബീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗം എന്താണ്? പരപ്പനാണ്. അതുപോലെ തന്നെ ചെറിയ ഹോളുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വെള്ളവും അതിൻ്റെ ഉള്ളിലെ ജീവികളും കൂടി അവരിങ്ങനെ വിഴുങ്ങുന്ന സമയം വെള്ളമൊക്കെ ആ ഒരു ഹോളിൽ കൂടെ പുറത്തേക്ക് പോയിട്ട് ജീവിനെ മാത്രം അതിന് പെട്ടെന്ന് അകത്താക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ അവയുടെ കാൽപാദങ്ങൾ എന്താണ്? ചെളിയിൽ താന്നും പോത്തില്ല, വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്താനും പറ്റും, അതിനെ സഹായിക്കും. ഇനി അടുത്തത് നോക്കിക്കേ, ഡൂഡിൽ ബഗ്. ഡൂഡിൽ ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴിയാന. കുഴിയാന എന്ന് പറയുമ്പോൾ അവർ എന്താണ്? പേര് തന്നെ ഉണ്ടല്ലേ, ഒരു ചെറിയ കുഴി ഉണ്ടാക്കും. ആ കുഴിയിൽ ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിക്കും? അതിൽ കൂടി ആരെങ്കിലും പോവുകയാണെങ്കിൽ ആ കുഴിയിൽ വീണിട്ട് അവരങ്ങനെ അതിനെ അകത്താക്കും. പരുന്ത് എങ്ങനെയാണ്? പരുന്തിനെ കണ്ടാൽ തന്നെ പരുന്തിൻ്റെ ആ ഒരു കൊക്ക് കണ്ടില്ലേ, നല്ല കൂർത്തിട്ടുള്ള കൊക്കാണല്ലേ. അതുപോലെ തന്നെ എന്താണ്? അപ്പം അതിൻ്റെ കാൽപാദം, അതിൻ്റെ നഖങ്ങളൊക്കെ എന്താണ്? നല്ല മൂർച്ചയുള്ള നഖങ്ങളാണ്. അപ്പം ഏതെങ്കിലും ഒരു ആൾക്കാരെ, ഏതെങ്കിലും ഒരു ചെറിയ കോഴിക്കുഞ്ഞിനെ എങ്ങനെ പിടിക്കുവാണെങ്കിൽ അതിനിങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുമല്ലോ, എന്ത് വന്നാലും അതിനെ വിടത്തില്ല അല്ലേ. അതുപോലെ തന്നെ എന്താണ്? അതിൻ്റെ ബീക്ക്, അതിൻ്റെ കൊക്ക് എന്താണ്? അതിൻ്റെ മാംസമൊക്കെ ഇങ്ങനെ വകച്ച് മാറ്റി അതിനെ ഭക്ഷിക്കാൻ അതിനെ എളുപ്പമാക്കി തരും. അതുപോലെ തന്നെയാണ് നമ്മുടെ കാട്ടിലുള്ള സിംഹവും അതുപോലെ തന്നെ എന്താണ്? ടൈഗറും ഒക്കെ അല്ലേ. ഇരയെ പിടിക്കാനും കടിച്ചു കീറാനും പറ്റുന്ന പല്ലുകളും നഖങ്ങളും ഒക്കെ ആർക്കുണ്ട്? ഈ ആനിമൽസിനും
ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കേ, അപ്പം ഇരനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് നമ്മൾ പഠിച്ചു. പക്ഷെ ഇനി എന്താണ്, അവയിൽ നിന്ന് രക്ഷപ്പെടാനും ചിലപ്പോൾ ഇവർക്കൊക്കെ പ്രകൃതി ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടാവും. അതുകൂടി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് എന്ത് നോക്കാം, ഓന്ത് നോക്കാം. അതായത് കാലോട്ട്സിന്റെ പ്രത്യേകത എന്താണ്, അവര് ആരെങ്കിലും ഏതെങ്കിലും ഒരു ശത്രു വരുന്നുണ്ടെന്ന് അറിയുമ്പോഴേക്കും അവരുടെ സറൗണ്ടിങ്സിലുള്ള ആ കളറുമായിട്ട് ഇവരുടെ ശരീരത്തിന്റെ കളർ അങ്ങ് മാറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവരെ തിരിച്ചറിയാനേ പറ്റത്തില്ല. അതുപോലെ തന്നെ പോർക്യുപൈൻ അല്ലെങ്കിൽ മുള്ളൻപന്നി എന്ത് ചെയ്യും, അതിൻ്റെ ശരീരത്തിന് നല്ല മുള്ളു പോലെയുള്ള ഭാഗമുണ്ട്. ഏതെങ്കിലും ശത്രു വരുമ്പോഴേക്കും ആ ഒരു മുള്ളെന്ത് ചെയ്യും, ഡാറ്റ്സ് ദ തോൺസ്, അതായത് ആ മുള്ളിങ്ങനെ തെറിപ്പിക്കും. അങ്ങനെ തെറിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ശത്രുവിൻ്റെ മേത്തേക്ക് അത് വരികയും ശത്രുവിന് വേറെ എടുത്തിട്ട് ശത്രു ഓടിപ്പോവുകയും ചെയ്യും. ഇനി എന്താണ്, കണവ അല്ലെങ്കിൽ സ്ക്വിഡ്, അതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വളരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് സ്വന്തമായിട്ടൊരു ഇങ്കുണ്ട്. ആ ഇങ്ക് വെള്ളത്തിൽ കലക്കി, അതായത് ഒരു മഷി ഉണ്ടാവും, ആ മഷി വെള്ളത്തിൽ കലക്കിയിട്ടാണ് അവർ രക്ഷപ്പെടുന്നത്. പിന്നെ ഉള്ളതാളാണ് ഒച്ച എങ്ങനെയായിരിക്കും, ഒച്ചിന് നല്ല കട്ടിയുള്ള പുറന്തോടുണ്ടല്ലേ. അപ്പോൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമെന്ന് അറിയുമ്പോഴേക്കും ഒച്ച എന്ത് ചെയ്യും, ഒച്ച തൻ്റെ ശരീരഭാഗങ്ങളെല്ലാം കൂടി ആ ഒരു പുറന്തോടിനുള്ളിലേക്ക്, ആ ഒരു തോടിനുള്ളിലേക്ക് ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ശത്രുവിൽ നിന്നും രക്ഷ നേടും. പിന്നെയുള്ളതാണ് അട്ട അല്ലെങ്കിൽ മില്ലിപ്പേഡ്. അതും എന്തായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ടൊന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും, അതൊന്ന് കോയിൽ പോലെ, അതായത് ഇങ്ങനെ ചക്രം പോലെ ഇങ്ങനെ ചുരുടും അല്ലേ, ആയിട്ട് കോയിൽ റൗണ്ട്. ഓക്കെ, അതിങ്ങനെ ചുരുടും. കുറച്ച് കഴിയുമ്പോഴേക്കും എന്താണ്, അത് എനിക്കൊന്നും സംഭവിച്ചില്ല എന്നും പറഞ്ഞാൽ അതിങ്ങനെ എഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം ഈ മെത്തേഡ്സിലൂടെയൊക്കെയാണ് എന്താണ് കുറേ ജീവജാലങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ പല്ലീൻ്റെ കാര്യം അറിയാലോ കൂട്ടുകാർക്ക്. പല്ലീനെ ആരെങ്കിലും ക്യാച്ച് ചെയ്യാൻ വരുമ്പോഴേക്കും പല്ലി എന്ത് ചെയ്യും, തൻ്റെ ഒരു ശരീരഭാഗം, തൻ്റെ വാലങ്ങ് മുറിക്കൂലേ. അപ്പം വാല് മുറിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ വാലിങ്ങനെ കിടന്ന് ഇങ്ങനെ ഇളകും. അപ്പോൾ ശത്രുവിൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം, ശത്രുവിൻ്റെ ശ്രദ്ധ മൊത്തം എന്താവും, ആ പല്ലിയുടെ ആ മുറിഞ്ഞ് കിടക്കുന്ന ഇങ്ങനെ ഇളകി കളിക്കുന്ന വാലിലേക്കായിരിക്കും. ആ തക്കത്തിന് നമ്മുടെ പല്ലിച്ചേട്ടൻ എന്താണ് ഓടി രക്ഷപ്പെടും. അപ്പം അതിൽ നിന്നൊക്കെ കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി, ശരീരത്തിൻ്റെ നിറം മാറ്റിയും അതുപോലെ തന്നെ വാലു മുറിച്ചും പിന്നെ എന്താണ് ആകൃതി മാറ്റിയും ഒക്കെ എന്താണ് ജീവജാലങ്ങൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടും. അതും എന്താണ് നമ്മുടെ പ്രകൃതി തന്ന ഓരോ കഴിവുകളാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കേ, നമുക്ക് ചുറ്റും കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ എങ്ങനെയാണ്, ഒരുപോലെയാണോ സഞ്ചരിക്കുന്നത്? അതായത് പാമ്പൊക്കെ എങ്ങനെയാണ്, എഴഞ്ഞാണ് പോകുന്നത്. പാമ്പിനോട് നടക്കാൻ പറഞ്ഞാൽ പാമ്പിന് നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റില്ല. മനുഷ്യന്മാരെങ്ങനെയാണ്, നടന്നാണ് പോകുന്നത്. മനുഷ്യന്മാരോട് പറക്കാൻ പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് പറക്കാൻ പറ്റുമോ? നമുക്കൊക്കെ ഇങ്ങനെ പറക്കാൻ പറ്റുമോ? പറക്കാൻ പറ്റില്ല. അതായത് ഓരോരുത്തരും സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്, വേറെ വേറെ വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ കൂട്ടുകാരെ നോക്കിക്കേ, ഇവിടെ മിസ് 3 കോളം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആദ്യം എന്താണ്, ഇഴഞ്ഞു വന്നവർ, those that came crawling, ഇഴഞ്ഞു വന്നവര് ആരൊക്കെയാണ്? കാലോട്ട്സ്, ക്രൊക്കഡൈൽ, പിന്നെ എന്താണ്, തേരട്ട, മില്ലിപ്പേഡ് ഉണ്ട്, സെന്റിപ്പേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പഴുതാരാട്ടോ. പിന്നെ എർത്ത് വേം ഉണ്ട്, സ്കോർപ്പിയോൺ, പിന്നെ വോംസ്, ചെറിയ ചെറിയ പുഴുക്കളൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെ എഴഞ്ഞ് പോകുന്നവരാണ്. സ്നേക്ക്, സ്നെയില്, ലിസാർഡ്, അവരൊക്കെ എന്താണ്, എഴഞ്ഞു പോകുന്നവരാണ് അല്ലേ. അതേസമയം വോക്ക് ചെയ്യുന്നവർ, അതായത് നടക്കുന്നവരെങ്ങനെയായിരിക്കും, നമ്മളൊക്കെ മനുഷ്യന്മാരൊക്കെ നടക്കുന്നതാണ്. നമ്മുടെ ഫോറസ്റ്റിലേക്ക് പോയാൽ സിംഹവും പുലിയും ഒക്കെ എന്താണ്, അവർക്ക് നടക്കാനും ഓടാനും ഒക്കെയുള്ള കഴിവുണ്ട് അല്ലേ. അപ്പോൾ എക്സാമ്പിൾസ് പറഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കുറേ പറഞ്ഞൂടെ. ഏതൊക്കെയാണ്? പുലിയുണ്ട്, ആനയുണ്ട്, സിംഹമുണ്ട്, കടുവയുണ്ട്, കരടി, മാൻ, മുയൽ, കൂർക്കൻ, അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് നടന്നു പോകുന്നതായിട്ട് കാണാം. ഇനി പറന്നു പോകുന്നവരോ? പറന്നു പോകുക എന്ന് പറഞ്ഞാൽ എന്താ? those that came flying, പറന്നു വന്നവര്. അപ്പോൾ പറന്നു വന്നവർ ആരൊക്കെയായിരിക്കും? നമ്മുടെ ആകാശത്തോട് ഉള്ള ആൾക്കാരൊക്കെ എന്താണ്, അവരൊക്കെ പറന്നു വരുന്നവരാണ് അല്ലേ. എന്താണ്, പറവയുണ്ടാവും, അതുപോലെ തന്നെ എന്താണ്, കാക്കയും തത്തയും മൈനയും ഒക്കെ എന്താണ്, അവരൊക്കെ എന്താണ് മക്കളെ, പറന്നു വരുന്നവരാണ്. അപ്പോൾ ഇവരുടെ ഒക്കെ സഞ്ചാര രീതിയും എന്താണ്, വ്യത്യാസമാണ് അല്ലേ. പിന്നെ കൂട്ടുകാർ ഈ ഒരു യൂണിറ്റിൽ നോക്കേണ്ട കാര്യമാണ് കടലിലെ പൂന്തോട്ടം. എന്താണ് കടലിലെ പൂന്തോട്ടം, അല്ലെങ്കിൽ ആരാണ് കടലിലെ പൂന്തോട്ടം എന്ന് ചോദിച്ചാൽ കൂട്ടുകാർ എന്ത് പറയണം? പവിഴപ്പുറ്റുകൾ എന്ന് പറയണം. പക്ഷേ ആ പവിഴപ്പുറ്റുകൾ എന്ന് പറഞ്ഞാൽ കടലിലെ പൂന്തോട്ടം മാത്രമല്ല, കടലിലെ മഴക്കാടായിട്ടും നമ്മൾ പവിഴപ്പുറ്റുകളെ കാണും കേട്ടോ. ഈ പവിഴപ്പുറ്റുകളാണെങ്കിൽ ഒന്നിനോട് ചേർന്ന് ഇങ്ങനെ അടുപ്പിച്ച് നല്ല ബലത്തിലുള്ള വളരുന്ന ഒരു സാധനമാണ്. അതും കൂട്ടുകാർ ഓർക്കണം. അത് നമുക്ക് പല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പവിഴപ്പുറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കടലിലെ മഴക്കാടുകൾ അല്ലെങ്കിൽ കടലിലെ പൂന്തോട്ടം എന്താണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? കോറൽ റീഫ്സ് അല്ലെങ്കിൽ
മഴക്കാടുകൾ, അത് നിങ്ങൾ ഓർത്തു വെക്കണം. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമുക്കറിയാം നവഡേയ്സിൽ എന്താണ് ഇതുപോലത്തെ മഴക്കാടുകളും അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളുടെ ഒക്കെ എന്താണ് അതൊക്കെ നമ്മുടെ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് മാത്രമല്ല കുറേ ഓർഗാനിസം, കുറേ പ്ലാന്റ്സും കുറേ ആനിമൽസും ഒക്കെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നേച്ചറിൽ നിന്ന് നമ്മുടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞാൽ കൂട്ടുകാർക്ക് പല ആക്ടിവിറ്റി ചെയ്യാല്ലേ. പ്ലക്കാർഡ്സ് ഉണ്ടാക്കാം, പോസ്റ്റർ ഉണ്ടാക്കാം, പിന്നെ എന്താണ് റാലി ഉണ്ടാക്കാം. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി കൂട്ടുകാരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വാചകങ്ങളൊക്കെ എഴുതണ്ടേ, വേണ്ടേ? നമ്മൾ ആനിമൽസിനെ സംരക്ഷിക്കുക, നേച്ചറിനെ സേവ് ചെയ്യുക, അങ്ങനെ കുറേ വാചകങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ബോക്സ് ഒക്കെ വെച്ച് കളർഫുള്ളാക്കി പോസ്റ്ററൊക്കെ എഴുതാൻ പറ്റത്തില്ലേ? അപ്പോൾ അതിനു വേണ്ടി മിസ്സ് കുറച്ച് വാചകങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് സെൻറ്റൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യണം? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി തരുവാണെങ്കിൽ കൂട്ടുകാരെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത് എഴുതിക്കോ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് മിസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ജീവികളുടെ വാസസ്ഥലങ്ങൾ നശിപ്പിക്കരുത്, അവ സംരക്ഷിക്കുക. ഡോണ്ട് ഡിസ്ട്രോയ് ദ ഹാബിറ്ററ്റ് ഓഫ് എ ക്രിയേച്ചർ. പിന്നെ എന്താണ്? എല്ലാ ജീവികൾക്കും ഭൂമിയിൽ തുല്യ അവകാശമുണ്ട്. ഓൾ ക്രിയേച്ചർ ഹാവ് ദ സെയിം റൈറ്റ് ഓൺ ദി എർത്ത്. അങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ, കുറച്ച് വാചകങ്ങൾ മിസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള വാചകം ഏതാണോ അതൊരു പോസ്റ്റർ പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിസ് ഒരു ചെറിയൊരു പോസ്റ്റർ പോലെ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മോഡലും വേണമെങ്കിലും കൂട്ടുകാർക്ക് വരയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മുടെ ഒരു യൂണിറ്റിലുള്ള ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൂട്ടുകാർ ഓരോ കാര്യങ്ങളും ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ എന്താണ് എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളില്ലേ, മാംസാഹാരികൾക്കും സസ്യാഹാരികൾക്കും പിന്നെ ഈ പോസ്റ്റർ വെക്കുന്നതിന് സെൻറ്റൻസും അതൊക്കെ കൂട്ടുകാർ ഇങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ബായ്.